ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നതേ നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഓറഞ്ച് കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ വെറും 3 മിനിറ്റ് മതി ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ കേക്ക് ട്രൈ ചെയ്യാത്തവർക്ക് ചെയ്യാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കണ്ടല്ലോ, നല്ല സോഫ്റ്റ് അല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. അപ്പോൾ ഒരു ഓറഞ്ച് വേണം, പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വേണം, 1 കപ്പ് മൈദ വേണം, പിന്നെ ഒരു 1/4 കപ്പ് എണ്ണ, അത് സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര വേണം, 3 ടേബിൾ സ്പൂൺ തണുത്ത പാല് വേണം. അത് തിളപ്പിച്ച് ചൂടാറിയ പാലായാലും ഉപയോഗിക്കാം. ഒരിക്കലും ചൂടുള്ള പാല് കേക്ക് ബാറ്ററിൽ മിക്സ് ചെയ്യാതിരിക്കുക. പിന്നെ ഇതുപോലെ നമുക്ക് ഓറഞ്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കണ്ടല്ലോ, ഈ ഒരു വെള്ള കളർ, ആ ഒരു കളർ വരാത്ത രീതിയിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതുകൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കേക്കിന് ഒരു കനപ്പ് ടേസ്റ്റ് വരും. ഈ മൈദ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് 3/4 സ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 സ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇതിനെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഒരു 3 തവണയെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രമാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതൊരു 3 തവണ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഏതാണെങ്കിൽ അത് ചേർക്കാം. 1/4 കപ്പ് ഓയിൽ എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂൺ ഓയിലാണ്. പിന്നെ നമുക്ക് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചാൽ ഏകദേശം നമുക്ക് 1 കപ്പോളം പഞ്ചസാരയായിട്ട് കിട്ടും. അത് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അതിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. മധുരം നമുക്ക് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തണുത്ത പാല് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ മിക്സ് ചെയ്ത് എടുക്കണം. അടുത്തതായി 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് കൂടെ ആഡ് ചെയ്യാം. അതായത് 4 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി 1/2 മുതൽ 3/4 സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മൈദ, അത് നമ്മൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. ഒരുമിച്ച് ഇട്ട് ഒരിക്കലും മിക്സ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ കട്ട പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഈ ബാറ്റർ നല്ല തിക്കായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി ഒരുപാട് തിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസോ 1 ടേബിൾ സ്പൂൺ പാലോ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. മധുരം കുറവാണെങ്കിലും നമുക്ക് പൊടിച്ച പഞ്ചസാര ഈ സമയത്ത് തന്നെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലേവറിന് വേണ്ടി നിങ്ങൾക്ക് ഇതേപോലെ ഓറഞ്ചിൻ്റെ എസൻസ് കിട്ടും, അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല. പകരം ഒരു നുള്ള് ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിന് ഇങ്ങനെ ഫുഡ് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് തന്നെ അത് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതിൽ എഗ്ഗ് ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതേ കണ്ടല്ലോ, നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഈ ഒരു പാത്രത്തിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിനെ നമ്മുടെ ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റോളം ഇതിനെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3/4 ഭാഗം വരുന്ന രീതിയിൽ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതെൻ്റെ ഒരു നോൺ സ്റ്റിക്കി പാത്രമായതുകൊണ്ട് തന്നെ ഞാനിതിൽ എണ്ണ തൂത്തിട്ടില്ല. അല്ലാത്ത പാത്രങ്ങളാണെങ്കിൽ ഒരല്പം ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നാലാണ് കറക്റ്റായിട്ട് അത് വിട്ട് കിട്ടുകയുള്ളൂ. ബേക്കിംഗ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് പൊന്തി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കുഴി നിറച്ച് ഒരിക്കലും ഒഴിക്കാതിരിക്കുക. ഇനി നിങ്ങൾക്ക് ഈ ബാറ്റർ ഒരല്പം ഉണ്ടാക്കി നോക്കുമ്പോൾ അല്പം ലൂസായി പോവുകയാണെങ്കിൽ ഒരല്പം മൈദ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്ന കേക്കിൽ ഈ ഒരു ട്രിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതിന് മാത്രമേ ആ ഒരു ട്രിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കുകയും കൂടി ചെയ്യാം കേട്ടോ.
ഇപ്പോൾ ഈ ഒരു കണ്ടല്ലോ നല്ല ബോൾ പോലെ വന്നിരിക്കുന്നില്ലേ, നല്ല ഓറഞ്ച് ഇരിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് വേവാത്ത പോലെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് തിരിച്ചിടാം. കണ്ടോ, ഇതുപോലെ വിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മുടെ കേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് മറിച്ചിടാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. എന്നിട്ട് ആ ഓഫ് ചെയ്ത ചൂടിൽ നമുക്ക് 1 മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇതേ കണ്ടല്ലോ എത്ര പെട്ടെന്നാണ് നമ്മുടെ കേക്ക് റെഡി ആയത്. ഒരു 3 മിനിറ്റ് മതി ഈ ഒരു കേക്ക് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഏത് ഫ്ലേവറിലുള്ള കേക്കും നമുക്ക് ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ തന്നെ നമുക്ക് ഒരു 180 ഡിഗ്രിയിൽ 35 മുതൽ 40 മിനിറ്റ് വരെ ഓവനിൽ വെച്ച് നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അത് ഓരോരുത്തരുടെ ഓവനിൻ്റെ ഹീറ്റ് അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ചെറിയൊരു വ്യത്യാസം വരും. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഇതിന് ഉണ്ണിക്കേക്ക് എന്ന് വിളിച്ചത്? ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു ഉണ്ണിക്കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനായിട്ട് മറന്നു പോയേക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ദേ ഉണ്ണിക്കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്